തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദീക്ഷലിന്റെ വീടിന് സമീപത്തു നിന്ന് വീണ്ടും പാമ്പിനെ പിടികൂടി. ദീക്ഷലിന്റെ വീട് സന്ദർശിക്കാനെത്തിയ പാമ്പ് പിടുത്തക്കാരൻ രാജേഷ് തിരുവാമനയാണ് പാമ്പിനെ പിടികൂടിയത്. 2 വീടുകൾക്കപ്പുറത്തു നിന്നും മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. വളരെ ചർച്ചയായ ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം. അഴൂർ സ്വദേശികളായ ദിലീപിന്റെയും അനുവിന്റെയും മകനായ ദക്ഷലാണ് മരിച്ചത്. ഉറങ്ങിക്കിടന്ന കുട്ടിക്ക് വെളുപ്പിന് 4 മണിയോടെ കടിയേൽക്കുകയും പിന്നാലെ ഈ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും വഴി മരണം സംഭവിക്കുകയുമായിരുന്നു. അത് പിന്നീട് വലിയ വിവാദമാവുകയും ഈ പരിസരത്തടക്കം വലിയ ആശങ്ക നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പാമ്പ് പിടുത്തക്കാരൻ രാജേഷ് തിരുവാമന ഈ സംഭവം നടന്ന വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ നാട്ടുകാരടക്കം ഇവിടെ പാമ്പ് ശല്യം സ്ഥിരമായി ഉണ്ടാകാറുണ്ട് എന്നുള്ള പരാതി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ പാമ്പ് പിടുത്തക്കാരൻ്റെ ഒരു പരിശോധന നടത്തുക. പരിശോധനയിലാണ് ഈ ദിക്ഷലിന്റെ 2 വീടുകൾക്കപ്പുറത്ത് നിന്ന് വീണ്ടും ഒരു മൂർഖൻ പാമ്പിനെ പിടിച്ചത്. ഈ വേലിയോട് സമീപത്തേക്ക്, അതായത് വീടിന്റെ തൊട്ടടുത്ത് വേലിയോട് സമീപത്തെ ഒരു സ്ഥലത്ത് പാമ്പ് ഉണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൂർഖൻ പാമ്പിനെ പിടിച്ചത്. ഈ സമീപ പ്രദേശങ്ങളിൽ കാര്യമായ പാമ്പ് ശല്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അമൽ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.